ഏതൊരു ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡ്രമ്മ് ക്ലീൻ ആക്കണം. അതിപ്പോൾ ടോപ്പ് ലോഡ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ലോഡ് ആണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് നമ്മൾ ഡ്രമ്മ് ക്ലീൻ ആക്കണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രമ്മിൻ്റെ അപ്പുറത്തുള്ള അഴുക്കെന്ന് ഉദ്ദേശിക്കുന്നത് കറുത്ത പാടുകൾ, വഴുവഴുപ്പ്, നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അതിൻ്റെ ഡ്രമ്മിൻ്റെ അപ്പുറത്തുണ്ടാകുന്ന ആ ഒരു വഴുവഴുപ്പ്, കറുത്ത പാടുകൾ, ഇതൊക്കെ കളയാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രം ക്ലീൻ പൗഡർ ഉപയോഗിച്ച് ഡ്രമ്മ് ക്ലീൻ ആക്കണത്. ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ എങ്ങനെയാണ് ഡ്രം ക്ലീൻ പൗഡർ ഉപയോഗിച്ച് ഡ്രമ്മ് ക്ലീൻ ആക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോണത്. ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ട് ഏതൊരു ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിലും അതിൻ്റെ ഡ്രമ്മ് ക്ലീൻ ആക്കണം. ഡ്രമ്മിൻ്റെ അപ്പുറത്തുള്ള കറുത്ത പാടുകൾ, അതുപോലെ തന്നെ വഴുവഴുപ്പ്, ഇതൊക്കെ കളയാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രം ക്ലീൻ ചെയ്യണത്. ഞാൻ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഇത്തരത്തിൽ ഡ്രം ക്ലീൻ പൗഡർ ഉപയോഗിച്ച് ഡ്രമ്മ് ക്ലീൻ ആക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡ്രമ്മിൽ നിന്ന് സ്മെല്ല് വരാനായിട്ട് അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ടൈമിൽ അതിൽ കറുത്ത പാടുകൾ വരാനൊക്കെ അത് കാരണമാകും. അപ്പോൾ ഇത്തരത്തിലൊരു പാടുകൾ കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡ്രം ക്ലീൻ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് വാഷിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ തന്നെ അതൊന്നും മാറണം എന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ശരിക്കും കമ്പനി പറയണത് ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഡ്രമ്മ് ക്ലീൻ ആക്കണം എന്നാണ്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഡ്രമ്മ് ക്ലീൻ ആക്കിയിരിക്കണം. കാരണം നമുക്ക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഡ്രമ്മ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൈസ വരും, നമുക്ക് ചാർജ് കൂടുതലാണ്. ഫ്രണ്ട് ലോഡിനെ അപേക്ഷിച്ച് ടോപ്പ് ലോഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയും കുഴപ്പങ്ങളില്ല. എന്നിരുന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് ഫ്രണ്ട് ലോഡാണെങ്കിലും ടോപ്പ് ലോഡാണെങ്കിലും ഡ്രമ്മ് ക്ലീൻ ആക്കണത് എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ ഡ്രമ്മ് ക്ലീൻ ആക്കണത് എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നിങ്ങളുടെ വീട്ടിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു മോഡലിൽ എങ്ങനെയാണ്, ഏത് കമ്പനി ആണെന്നുണ്ടെങ്കിലും, അപ്പോൾ അതിപ്പോൾ സാംസങ് ആണെങ്കിലും LG ആണെങ്കിലും ഗോദ്രേജ് ആണെങ്കിലും പാനസോണിക് ആണെന്നുണ്ടെങ്കിലും ബോഷ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഏത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഡ്രമ്മ് ക്ലീൻ ആക്കേണ്ടതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ അത് കോമൺ ആണ്. എല്ലാ വാഷിംഗ് മെഷീനിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഡ്രം ക്ലീൻ ചെയ്യാനുള്ളത് ലിക്വിഡ് രൂപത്തിലും പൗഡർ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് പെട്ടെന്ന് ഏതാണ് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏതാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി ഉപയോഗിച്ചാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ലിക്വിഡിനേക്കാളൊക്കെ കുറച്ചും കൂടി നല്ലത് നമുക്ക് പൗഡർ രൂപത്തിലുള്ളതാണ്. പൗഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പഞ്ചസാര തരികൾ പോലെ ഇരിക്കും കേട്ടോ, മറ്റേ കറക്റ്റ് പൗഡർ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള ആ രീതിയിലുള്ളതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ ഒത്തിരി കാശ് കൊടുത്ത് നമ്മൾ ഡ്രം ക്ലീൻ പൗഡറൊന്നും വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒത്തിരി കാശ് കൊടുത്ത് ഇപ്പോൾ 1000 രൂപയുടെ 800 രൂപയുടെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത്രയും കാശ് കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 200 രൂപ താഴെയൊക്കെ നമുക്ക് ഈ ഒരു ഡ്രം ക്ലീൻ പൗഡറിൽ വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങി ഉപയോഗിച്ചാൽ മതി. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വാങ്ങി ഉപയോഗിച്ചാൽ മതി. 100 ഗ്രാമൊക്കെയാണ് നമുക്ക് ഒരു ഡ്രം ക്ലീനിങ്ങിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 ഗ്രാമൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഡ്രം ക്ലീനിങ്ങിനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. സെയിം കമ്പനിയുടെ ഡ്രം ക്ലീൻ പൗഡർ തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ LGയുടെ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ LGയുടെ ഡ്രം ക്ലീൻ പൗഡർ തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഷിൻ്റെയോ പാനസോണിക്കിൻ്റെയോ സാംസങ്ങിൻ്റെയോ ഡ്രം ക്ലീൻ പൗഡറുകൾ ഉപയോഗിക്കുക. അങ്ങനെ ഇന്ന കമ്പനിയുടെ പൗഡർ തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണ് ഡ്രമ്മ് ക്ലീൻ ആക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാംസ് ആദ്യം നോക്കുക. ഈ ഒരു പ്രോഗ്രാമിൽ ഡ്രം ക്ലീനായിട്ട് ബന്ധപ്പെട്ട ഏത് ഓപ്ഷനാണ് അല്ലെങ്കിൽ ഡ്രമ്മ് ക്ലീൻ ആക്കാനുള്ള ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. പ്രോഗ്രാംസിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മോഡലിലാണെങ്കിൽ ടബ് ഹൈജീൻ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓരോ കമ്പനികളിൽ ആ രീതിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. ഡ്രമ്മ് ക്ലീനിങ്, ഡ്രമ്മ് ഹൈജീനിങ്, ടബ് ക്ലീനിങ്, ഇപ്പോൾ ഇത്തരത്തിലൊക്കെ ഓപ്ഷൻസ് കിടപ്പുണ്ടാവും. ആ ഒരു പ്രോഗ്രാം ഇട്ടിട്ടാണ് നമ്മൾ ഡ്രമ്മ് ക്ലീൻ ആക്കേണ്ടത്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇട്ടിട്ടല്ല. ഡ്രമ്മ് ക്ലീൻ അല്ലെങ്കിൽ ടബ് ക്ലീൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് പ്രോഗ്രാമിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പ്രോഗ്രാം ഇട്ടിട്ട് വേണം നമ്മൾ ഡ്രമ്മ് ക്ലീൻ ആക്കാനായിട്ട്. ഇനി നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. ഒത്തിരി മുമ്പത്തെ പഴയ മോഡൽ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ഡ്രം ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ല. അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറഞ്ഞ വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിലും ഡ്രം ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ ഏറ്റവും കൂടിയ വാഷിംഗ് ടൈം ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ നോർമലാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ
ഏറ്റവും കൂടിയ വാഷിംഗ് ടൈം. ഇപ്പോൾ എൽ ജിയിലാണെങ്കിൽ ഫസി ലോജിക് അല്ലെങ്കിൽ ഫസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അത്തരത്തിലുള്ള ഓപ്ഷനാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീനിലുള്ളത്. അല്ലെങ്കിൽ ആ ഒരു വാഷിംഗ് പ്രോഗ്രാം ഇട്ടിട്ട് നിങ്ങൾ ഡ്രം ക്ലീൻ പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രം ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. ഡ്രം ക്ലീൻ പൗഡർ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോപ്പ് പൊടി ഇടുന്ന ആ ഒരു ട്രേയിലല്ല ഇടേണ്ടത്, ഡയറക്റ്റ് ഡ്രമ്മിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക. നമുക്കിവിടെ സോപ്പ് പൊടി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലേക്കല്ല ഇടേണ്ടത്. നമ്മൾ ആ ഒരു ഡ്രം ക്ലീൻ പൗഡർ ഡയറക്റ്റ് ഡ്രമ്മിലേക്കാണ് ഇടേണ്ടത്. ഒരു ഡ്രം ക്ലീനിങ്ങിനായിട്ട് നിങ്ങൾ 100 ഗ്രാമാണ് ഏറ്റവും കുറഞ്ഞത് ഉപയോഗിക്കേണ്ടത്. ഡ്രം ക്ലീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഈ ഒരു ഡ്രം ക്ലീൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന് കുറച്ച് സമയം എടുക്കും. ഓരോ കമ്പനികളനുസരിച്ച് ഇതിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകും. ഈ ഒരു മോഡലിൽ ഏകദേശം ഇത് പാനസോണിക്കിൻ്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പാനസോണിക്കിൻ്റെ തന്നെ ഡ്രം ക്ലീൻ പൗഡറാണ്. 170 രൂപയാണ് ഇതിൻ്റെ വില വന്നത്. 100 ഗ്രാമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ സെയിം പാനസോണിക്കിൻ്റെ തന്നെ പൊടി ഉപയോഗിക്കണം എന്നില്ല, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഓരോ കമ്പനികൾക്കും ഈ ഒരു ഡ്രം ക്ലീനിങ്ങിന് ടൈം വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു ടൈമിംഗ് ആയിരിക്കില്ല എൽ ജിയിൽ അല്ലെങ്കിൽ ബോഷിൽ, ഇതിലൊക്കെ സമയങ്ങൾ വ്യത്യാസം ഉണ്ടാകും. ഈ ഒരു മോഡലിൽ 2 മണിക്കൂറാണ്. ഡ്രമ്മിൻ്റെ ആ ഒരു ക്ലീനിങ് ടൈം എന്തോരം കൂടുന്നു അത് അത്രയും നല്ലതായിട്ടാണ് കമ്പനികൾ പറയണത്. അപ്പോൾ ഈ ഒരു മോഡലിൽ 2 മണിക്കൂറായിരിക്കും വരുന്നത്. നമ്മൾ ഈ ഒരു ഡയറക്റ്റ് ഈ ഒരു പൗഡർ, ഈ 100 ഗ്രാമിൻ്റെ ഈ പൗഡർ ഡയറക്റ്റ് ഡ്രമ്മിലേക്കാണ് നിങ്ങൾ പൊട്ടിച്ചിടേണ്ടത്. ആദ്യം നമുക്ക് ഡ്രം ക്ലീൻ പൗഡർ 100 ഗ്രാം ഇത്രയുണ്ട് കേട്ടോ, നമുക്ക് ഈ ഡ്രമ്മിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രം ക്ലീൻ പൗഡർ മൊത്തമായിട്ട് ഡ്രമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പവർ ഓണാക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ 8ാമത്തെ പ്രോഗ്രാമായിട്ടാണ് ഇതിൽ ഡ്രം ക്ലീൻ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 2 3 എന്ന് മാറണത് കാണാനായിട്ട് സാധിക്കും. ആ രീതിയിൽ പ്രസ് ചെയ്തിട്ട് 8 എന്നാക്കി കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച കൂട്ട് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്, സമയം എടുക്കുന്ന പ്രോഗ്രാമാണ് ഈ ടബ് ഹൈജീൻ അല്ലെങ്കിൽ ഡ്രം ക്ലീനിങ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം താഴത്തേക്ക് പമ്പ് ചെയ്യണത് വീഴണത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ആ വെള്ളം അതിലേക്ക് വീഴും. കുറച്ച് വെള്ളമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ താഴത്തുള്ള ആ ഒരു പൾസ് റേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകും. അതിനുശേഷം കുറച്ച് നേരം ഓഫായി കിടക്കും, വീണ്ടും വെള്ളം കൊടുക്കും, പിന്നെയും അത് മൂവ് ആവും, പിന്നെയും വെള്ളം കൊടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഡ്രം ക്ലീൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ ഒരു വാഷിംഗ് മെഷീനിൽ നടക്കുന്നത്. സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഇവിടെ വെള്ളം കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ഡ്രമ്മിൽ ഏകദേശം കുറച്ചും കൂടി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ താഴത്തുള്ള പൾസ് റേറ്റർ മൂവ് ആവാനായിട്ട് തുടങ്ങും. ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് അതിനുശേഷം ആ താഴത്തുള്ള പൾസ് റേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായിട്ട് ആ ഒരു ഡ്രം ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിങ് കഴിഞ്ഞു. അതിനുശേഷം പിന്നെയും വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്.
ഡ്രം ക്ലീൻ എന്ന് പറയുന്ന പ്രോഗ്രാം പൂർണ്ണമായിട്ട് ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ 2 മണിക്കൂറിന് മേളിലൊക്കെ അടുത്ത് മൊത്തമായിട്ട് അതിന് ടൈം എടുത്തിട്ടുണ്ട്. അത്രയും നേരം നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അടുത്തൊന്ന് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ പ്രോഗ്രാം കൊടുത്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ജോലി നോക്കി പോകാം. അത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അപ്പോൾ നമുക്ക് അടുത്തേക്ക് വരാമെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊടുത്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഡോറ് പൊക്കി വെക്കുക അല്ലെങ്കിൽ ഡോർ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ആ പ്രോഗ്രാം കൊടുക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൊത്തം ടൈമിങ്ങിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ഞാൻ വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ആ രീതിയിലത് ചെയ്തത്. പിന്നെ പറയാനായിട്ടുള്ളത്, ഇതിൻ്റെ ഒരു പ്രോഗ്രാമിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു രീതി നിങ്ങൾക്ക് ആ ഡ്രം ക്ലീനിങ്ങിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ആ ഒരു പ്രോഗ്രാം കൊടുത്തു, അതിനുശേഷം വെള്ളം ഇതിലേക്ക് എടുത്തു, അജിറ്റേറ്റർ ആ താഴത്തുള്ള പൾസേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി, പിന്നെയും കുറച്ചും കൂടി വെള്ളം എടുത്തു, പിന്നെയും മൂവായി, പിന്നെയും വെള്ളം എടുത്തു. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് നടന്നത്. അതിനുശേഷം കുറേ നേരം ആ വെള്ളം ഇങ്ങനെ അനങ്ങാണ്ട് കിടന്നു. അതിനുശേഷം ആ വെള്ളം മൊത്തമായിട്ട് പുറത്തോട്ട് കളഞ്ഞു. ആ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രമ്മിലൊക്കെ എന്തോരം അഴുക്കിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഡ്രമ്മ് ക്ലീൻ ആക്കണത്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മ് ക്ലീൻ ആക്കേണ്ടത്.